ഒത്തൊരുമയോടെ സന്തോഷിച്ച് ഒരു പ്രദേശത്ത് നിന്ന് ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത ആളുകൾ പല വണ്ടികളിലായി ഒരു നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തി തിരിച്ചെത്തുന്ന കാഴ്ച മനുഷ്യത്വം മരവിക്കാത്തവന്റെ ഉള്ളിൽ ചില്ലറ വേദനയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇത്തരം ദാരുണമായ മരണങ്ങളിലും വർഗീയത കണ്ടെത്തി ആനന്ദം കണ്ടെത്തുന്നവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് ഓർക്കുമ്പോഴാണ് എവിടെയാണ് നമ്മൾക്ക് പിഴക്കുന്നത് എന്ന് നമ്മൾ സ്വയം ആലോചിക്കേണ്ടത്. ഓരോ യാത്രയും വ്യത്യസ്തമായ അറിവുകളും അനുഭവങ്ങളുമാണ് ഓരോ ആളുകൾക്കും നൽകുന്നത്. ആയതുകൊണ്ടാണ് എല്ലാ ആളുകളും യാത്രയെ ഇഷ്ടപ്പെടുന്നതും യാത്രക്കൊരുങ്ങുന്നതും യാത്ര ചെയ്യുന്നതും. അപകടം പതിയിരിക്കുന്ന ഈ വഴിയിലൂടെ ദിവസങ്ങൾക്ക് മുൻപ് ഞാനും എന്റെ സുഹൃത്തുക്കളും ഒരു യാത്ര ചെയ്തിരുന്നു. ഈ വഴിയിലൂടെയുള്ള ആദ്യ യാത്രയായതുകൊണ്ട് മുൻസീറ്റിൽ തന്നെ ഞാൻ നേരത്തെ ഇടം പിടിച്ചിരുന്നു. നമ്മൾ യാത്രക്കൊരുങ്ങുന്ന വാഹനത്തിന്റെ ഡ്രൈവറെ പോലും ഒരു പക്ഷേ നമ്മൾക്ക് മുൻപരിചയം ഉണ്ടാവണം എന്നില്ല. എങ്കിലും അവനിൽ ഒരു വിശ്വാസം അർപ്പിച്ചാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. എന്റെ സുഹൃത്തിന്റെ മകനും ഞങ്ങളുടെ യാത്രാ സംഘത്തിന്റെ വാഹനത്തിന്റെ ഡ്രൈവറുമായിരുന്ന സുൽഫി വളരെ ശ്രദ്ധാപൂർവം വാൾപ്പാറയിലെ വളവുകൾ വളരെ ശ്രദ്ധയോടെ ഇറക്കുന്നത് അവനറിയാതെ ഞാൻ എന്റെ മൊബൈലിൽ പകർത്തിയിരുന്നു. നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്ത യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവെച്ചും പാട്ടുപാടിയും തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുമെല്ലാമായിരിക്കും ഇവരുടെ മടക്കയാത്രയിലും ഇവർ തുടക്കം കുറിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതൊരിക്കലും അവരുടെ ഒടുക്കയാത്രയായിരുന്നു എന്നവർ കരുതി കാണില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതെല്ലാം മറക്കും. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ അവരുടെ കുടുംബം നീറിക്കൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മൾ പുതിയ യാത്രയുടെ പ്ലാനുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും.